അമ്മായിമാർ കാണിച്ചത് ചെറ്റത്തരമാണെങ്കിലും ഇവരെ നമ്മൾ ബഹുമാനിച്ചേ പറ്റൂ. കാരണം രണ്ടുപേരും സർക്കാർ ഉദ്യോഗസ്ഥരാണ്. അപ്പോ ആ ഒരു ബഹുമാനമൊക്കെ ഇവർക്ക് നമ്മൾ കൊടുത്തേ പറ്റൂ. നാണവും മാനവും ഇല്ലാത്ത രണ്ട് ഊളകള് 3500 രൂപ കരമടയ്ക്കാൻ വന്ന വ്യക്തിയോട് 5000 രൂപ കൈക്കൂലി വാങ്ങിച്ച ടീമുകളാണ് ഇവര്. ഇവരെയൊക്കെ ആരെങ്കിലും ബഹുമാനത്തോടെ മേഡം എന്ന് തികച്ചു വിളിക്കുന്നുണ്ടെങ്കിൽ ആ വിളിക്കുന്നവനെയൊക്കെ പത്തല് വെട്ടി അടിക്കണം. ഇവര് ചങ്ങനാശ്ശേരി നഗരസഭയിലെ റവന്യൂ വിഭാഗം കൊണാണ്ടർമാരാണ്. ഒരാള് റവന്യൂ ഓഫീസർ, കോഴിക്കോട് വെസ്റ്റ് ഹിൽ സൂര്യകിരൺ വീട്ടിൽ PT സുശീല. മറ്റേയാള് റവന്യൂ ഇൻസ്പെക്ടറാണ്, ചെങ്ങന്നൂർ പാണ്ടനാട് പുതുശ്ശേരി വീട്ടിൽ CR ശാന്ത. കാനഡയിൽ ജോലി ചെയ്യുന്ന ചങ്ങനാശ്ശേരി സ്വദേശിയായ ഒരു വ്യക്തി, അദ്ദേഹം പുതുതായി നിർമ്മിച്ച വീടിന്റെ കരം നിശ്ചയിച്ച് വീട്ടുകരം അടയ്ക്കാനാണ് മുനിസിപ്പാലിറ്റിയിൽ എത്തിയത്. അവിടെ എത്തിയപ്പോഴാണ് 3500 രൂപയായി കരം നിശ്ചയിക്കണമെങ്കിൽ തങ്ങൾക്ക് 5000 രൂപ കൈക്കൂലി തരണമെന്ന ഈ ഊളകൾ പറഞ്ഞത്. ഇതുകേട്ട് കരം അടയ്ക്കാനെത്തിയ വ്യക്തി പുറത്തേക്ക് ഇറങ്ങുകയും വിജിലൻസിനെ വിവരമറിയിക്കുകയുമായിരുന്നു. തുടർന്ന് വിജിലൻസിന്റെ നിർദ്ദേശപ്രകാരം വൈകുന്നേരം 4:30 തിരിച്ചെത്തുകയും വിജിലൻസ് നൽകിയ ഫിനോഫ്തലിൻ പൗഡർ പുരട്ടിയ 5000 രൂപ ഈ ഉദ്യോഗസ്ഥർക്ക് നൽകുകയുമായിരുന്നു. പണം കൈപ്പറ്റിയ ഉടൻ തന്നെ വിജിലൻസ് രണ്ടുപേരെയും കൈയോടെ പിടികൂടി. യഥാർത്ഥത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങിച്ചു എന്ന വാർത്ത വായിച്ച് ഞങ്ങളും അടുത്തു. പക്ഷേ ഇത് വാങ്ങിക്കുന്ന ചെറ്റകൾക്ക് യാതൊരു നാണവും മാനവും ഇല്ലല്ലോ എന്നാണ് ഓർക്കുന്നത്. കാരണം ഇത് വിജിലൻസ് പിടികൂടിയാലും കുഴപ്പമില്ല, പത്രത്തിലും TV-യിലും പടം വന്നാലും കുഴപ്പമില്ല, ജയിലിൽ കിടന്നാലും കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും കിമ്പളം വാങ്ങിയേ പറ്റൂ എന്ന നിർബന്ധമുള്ള ഒരു കൂട്ടം ഉദ്യോഗസ്ഥർ കേരളത്തിലുണ്ട്. എല്ലാവരെയും അടച്ചാക്ഷേപിക്കുകയല്ല ചെയ്യുന്നത്. വളരെ നല്ല ഉദ്യോഗസ്ഥർ, കൃത്യമായി ജോലി ചെയ്യുന്ന ഒരുപാട് ഉദ്യോഗസ്ഥർ കേരളത്തിലുണ്ട്. അവർക്ക് കൂടി നാണക്കേട് ഉണ്ടാക്കുകയാണ് ഇത്തരം ഊളകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൈക്കൂലി വാങ്ങിക്കാൻ ഇത്തരക്കാർക്ക് യാതൊരു നാണവും മാനവും പേടിയുമില്ലെങ്കിൽ ഇത് സാധാരണക്കാരായ ജനങ്ങൾ ഇത്തരം സംഭവങ്ങൾ ആഘോഷമാക്കണം. ഇത് പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കണം. ഇത്തരം ഉദ്യോഗസ്ഥർക്ക് നാളെ തലയിൽ മുണ്ടിടാതെ പുറത്തിറങ്ങി നടക്കാൻ സാധിക്കാത്ത അവസ്ഥ ഉണ്ടാകണം. വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റരുത്. ഓരോ ദിവസവും എത്രയെത്ര കൈക്കൂലി കേസുകളാണ് പുറത്തു വരുന്നത്. എത്ര ഉദ്യോഗസ്ഥരെയാണ് കൈക്കൂലി വാങ്ങിച്ചതിന് പിടിച്ചു എന്ന് വാർത്ത വരുന്നത്. എന്നിട്ടും ഈ കൈക്കൂലി വാങ്ങിക്കുന്നത് അവസാനിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് ചിന്തിക്കുക. നമ്മളുടെ നിയമം മാറണം. കാരണം കൈക്കൂലി കേസിൽ പിടിച്ച ഉദ്യോഗസ്ഥരെ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യുന്ന നിലവിലെ ഈ സമ്പ്രദായം മാറ്റണം. കൈക്കൂലി കേസിൽ പിടിക്കുന്ന ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയാണ് വേണ്ടത്. അത്തരം നിയമത്തിൽ ഒരു ഭേദഗതി ഉണ്ടായി എങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള കൈക്കൂലിക്കാരായ ഉദ്യോഗസ്ഥർ കേരളത്തിൽ ഇല്ലാതെയാവുകയുള്ളൂ.